ഗാന്ധിജിയുടെ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പ്രശസ്തമായ ആത്മകഥ നിങ്ങളിൽ പലരും വായിച്ചിട്ടുണ്ടാകും അല്ലേ? ആ വലിയ പുസ്തകത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒരേ ഒരു തിരുവിതാംകൂറുകാരൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അതൊരു പക്ഷേ പലരെയും അത്ഭുതപ്പെടുത്തുന്നൊരു ചോദ്യമായിരിക്കും. അതെ, അത് മറ്റാരുമല്ല, തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്ന് ചരിത്രം വിശേഷിപ്പിക്കുന്ന ജി പരമേശ്വരൻ പിള്ള എന്ന ജി.പി. പിള്ളയാണ്. നമ്മുടെ ഈ പുതിയ ചരിത്ര വിശകലനത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അതെ, അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഒരു ഔദ്യോഗിക ചുമതല വഹിച്ച ആദ്യത്തെ തിരുവിതാംകൂറുകാരൻ കൂടിയാണ്. 1864 ജനിച്ച അദ്ദേഹം വെറും 39 വർഷം മാത്രമാണ് ജീവിച്ചത്. ശരിക്കും 1903 തന്റെ 39ാമത്തെ വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. നമ്മൾക്ക് ഒരുപാട് ആമുഖങ്ങളൊന്നുമില്ലാതെ നേരിട്ട് ഈ വിഷയത്തിലേക്ക് വരാം. കേവലം ഒരു പ്രാദേശിക നേതാവ് എന്നതിലുപരി ഗാന്ധിജിയെപ്പോലുള്ള ഒരാളുടെ ആത്മകഥയിൽ ഇടം നേടാൻ മാത്രം എന്താണ് ജി.പി. പിള്ളയുടെ ചരിത്രപരമായ പ്രസക്തി? അതായത് അദ്ദേഹത്തിന്റെ പ്രസക്തി മനസ്സിലാക്കണമെങ്കിൽ അന്നത്തെ തിരുവിതാംകൂറിന്റെ സാമൂഹിക രാഷ്ട്രീയ കാലാവസ്ഥ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. രാജഭരണവും ദിവാന്റെ ഭരണവുമൊക്കെ ഉണ്ടായിരുന്ന കാലമല്ലേ? കൃത്യമായി പറഞ്ഞാൽ അവർ നിയോഗിക്കുന്ന ദിവാന്റെ ഒരു ഏകാധിപത്യം തന്നെ നിലനിന്നിരുന്ന കാലം. അധികാരത്തിന്റെ ഇടനാഴികളിൽ നടക്കുന്ന അഴിമതികളെ ചോദ്യം ചെയ്യാനോ അരികുവത്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനോ അന്നാരും ധൈര്യപ്പെട്ടിരുന്നില്ല. ഓഹോ, അപ്പോ ആ ഒരു ശൂന്യതയിലേക്കാണോ അദ്ദേഹം കടന്നുവരുന്നത്? അതെ, അദ്ദേഹം വെറുമൊരു രാഷ്ട്രീയ നേതാവായിരുന്നില്ല. ഭരണകൂടത്തിന്റെ തെറ്റുകളെ നിർഭയം ചൂണ്ടിക്കാണിച്ചൊരു പോരാളിയായിരുന്നു. ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് സമൂഹം വിശ്വസിച്ചിരുന്ന നിയമങ്ങളെ അദ്ദേഹം തിരുത്തിയെഴുതാൻ ശ്രമിച്ചു. എനിക്കിതൊന്ന് കൃത്യമായി മനസ്സിലാക്കി തരാമോ? 1864 ഫെബ്രുവരി 26-നാണ് അദ്ദേഹം ജനിക്കുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് പിന്നീട് മാതൃസഹോദരിയുടെ സംരക്ഷണത്തിലാണ് അദ്ദേഹം വളർന്നതെന്ന് നമ്മുടെ രേഖകളിൽ കാണുന്നുണ്ട്. ശരിയാണ്. അദ്ദേഹം തിരുവനന്തപുരം മഹാരാജാസ് കോളേജിലെ ഒരു സാധാരണ വിദ്യാർത്ഥിയായിരുന്നു. അതാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത്. ഒരു സാധാരണ വിദ്യാർത്ഥിയായിരുന്ന അദ്ദേഹം എങ്ങനെയാണ് ഇത്ര വലിയൊരു ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞത്? പഠിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹം ജി.പി. എന്ന പേരിൽ ഒരു വിദ്യാർത്ഥി കൂട്ടായ്മ രൂപീകരിച്ചിരുന്നതായി കാണുന്നു. ഇതൊക്കെ എങ്ങനെ സാധ്യമായി? ആ വിദ്യാർത്ഥി കൂട്ടായ്മ വെറും ഒരു സാധാരണ കോളേജ് ക്ലബ്ബ് ആയിരുന്നില്ല കേട്ടോ. ബ്രിട്ടീഷ് സ്വാധീനത്തിലായിരുന്ന അന്നത്തെ തിരുവിതാംകൂർ ദിവാൻ രാമറാവുവിന്റെ ഭരണത്തില് വലിയ തോതിൽ അഴിമതി നടന്നിരുന്നു. രാമറാവുവിന്റെ ഭരണത്തിൽ അല്ലേ? അതെ. ഇതിനെതിരെ ശബ്ദമുയർത്താൻ അന്നത്തെ മുതിർന്ന ആളുകൾ പോലും ഭയന്നിരുന്ന സമയത്താണ് ഒരു കൂട്ടം വിദ്യാർത്ഥികളുമായി ജി.പി. പിള്ള മുന്നോട്ടുവരുന്നത്. അദ്ദേഹം അവിടെയും നിന്നില്ല. പിന്നെന്താണ് ചെയ്തത്? വെസ്റ്റേൺ സ്റ്റാർ എന്ന ഇംഗ്ലീഷ് പത്രത്തിൽ ദിവാൻ രാമറാവുവിനെയും ഭരണത്തെയും നിശിതമായി വിമർശിച്ചുകൊണ്ട് അദ്ദേഹം ലേഖനങ്ങൾ എഴുതാൻ തുടങ്ങി. സ്വന്തം പേരിൽ തന്നെയാണോ എഴുതിയത്? അത് അപകടമായിരുന്നില്ലേ? അല്ലല്ല, സ്വന്തം പേര് വെളിപ്പെടുത്താതെ ജെ.പി. എന്ന തൂലികാനാമത്തിലായിരുന്നു ആ രചനകൾ. ദിവാന്റെ നയങ്ങളെ യുക്തിസഹമായി പൊളിച്ചെടുക്കുന്ന ആ ലേഖനങ്ങൾ ഭരണസിരാകേന്ദ്രങ്ങളെ ശരിക്കും ഞെട്ടിച്ചു. ഇത് കേൾക്കുമ്പോൾ ശരിക്കും ഒരു അത്ഭുതം തോന്നുന്നുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്നത്തെ കാലത്ത് ഒരു കോളേജ് വിദ്യാർത്ഥി സർക്കാരിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഒരു വിമർശനം ഉന്നയിച്ചാൽ പോലും പലപ്പോഴും വലിയ നിയമ നടപടികൾ നേരിടേണ്ടി വരാറുണ്ട്. അതെ, തീർച്ചയായും. അപ്പോൾ യാതൊരു മാധ്യമ സ്വാതന്ത്ര്യവുമില്ലാത്ത ബ്രിട്ടീഷ് പിന്തുണയുള്ള ദിവാന്റെ ഏകാധിപത്യം നിലനിന്നിരുന്ന ആ കാലത്ത് ഇതെത്ര വലിയൊരു ഫുസ്കായിരുന്നു. ഇതിന്റെ ഫലമായി അദ്ദേഹത്തെ കോളേജിൽ നിന്ന് പുറത്താക്കിയെന്ന് ഈ രേഖകൾ പറയുന്നു. അതെ, കോളേജിൽ നിന്ന് പുറത്താക്കുക മാത്രമല്ല, അദ്ദേഹത്തെ തിരുവിതാംകൂറിൽ നിന്ന് നാടുകടത്തുകയും ചെയ്തു. അപ്പോ സത്യം പറഞ്ഞതിന്റെ പേരിൽ നാടുകടത്തപ്പെട്ട ആദ്യത്തെ തിരുവിതാംകൂറുകാരനായി അദ്ദേഹം മാറുന്നത് അങ്ങനെയാണല്ലേ? കൃത്യമാണ്. ആ ഒരു പുറത്താക്കലും നാടുകടത്തലും ദിവാൻ രാമറാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ശല്യം ഒഴിവാക്കലായിരുന്നു. ഒരു വിദ്യാർത്ഥിയെ പുറത്താക്കിയാൽ ആ ശബ്ദം അവിടെ അവസാനിക്കും എന്നവർ കരുതി. പക്ഷെ അത് അവസാനിച്ചില്ലല്ലോ. ഇല്ല, അവിടെയാണ് ഭരണകൂടത്തിന് ചരിത്രപരമായ ഒരു തെറ്റുപറ്റിയത്. ജി.പി. പിള്ളയെ സംബന്ധിച്ചിടത്തോളം അതൊരു അവസാനമായിരുന്നില്ല. നാടുകടത്തപ്പെട്ട അദ്ദേഹം നേരെ പോയത് മദ്രാസിലേക്കാണ്. അവിടെ പ്രസിഡൻസി കോളേജിൽ തുടർ പഠനത്തിലായി ചേർന്നു. ഒരു മിനിറ്റ്, അദ്ദേഹം മദ്രാസിലേക്ക് പോയിട്ടും തിരുവിതാംകൂർ ഭരണകൂടം അദ്ദേഹത്തെ വെറുതെ വിട്ടില്ലല്ലോ. ദിവാന്റെ പ്രത്യേക വാറന്റ് പ്രകാരം മദ്രാസിലെത്തിയ തിരുവിതാംകൂർ പോലീസ് അദ്ദേഹത്തെ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്തതായി ഇവിടെ കാണുന്നു. അതെ, അതാണതിലെ ഏറ്റവും രസകരമായ ഭാഗം. തിരുവിതാംകൂർ പോലീസിന് അതിർത്തി കടന്ന് ബ്രിട്ടീഷ് മദ്രാസിൽ പോയി ഒരാളെ അറസ്റ്റ് ചെയ്യാൻ എങ്ങനെ സാധിച്ചു? അതൊരു വലിയ അധികാരപ്രയോഗമായിരുന്നില്ലേ? ഒരാളെ അറസ്റ്റ് ചെയ്യാൻ ദിവാന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ പ്രത്യേക സഹായം ആവശ്യമായിരുന്നു.
ഓഹോ, അപ്പോ ജി.പി. പിള്ള മദ്രാസിലിരുന്ന് കൂടുതൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ദിവാൻ ഭയന്നിരുന്നു അല്ലേ? ഉറപ്പായും ആ അറസ്റ്റ് ഒരു ഭയപ്പെടുത്തൽ തന്ത്രമായിരുന്നു. ഒരു സാധാരണ ചെറുപ്പക്കാരനായിരുന്നെങ്കിൽ ആ അറസ്റ്റോടെ ഭയന്ന് പിന്മാറുമായിരുന്നു. പക്ഷെ അദ്ദേഹം പിന്മാറിയില്ല. ഇല്ല, ഈ സംഭവത്തിന് ശേഷം അദ്ദേഹം ഉപയോഗിച്ച തന്ത്രമാണ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച രാഷ്ട്രീയ നീക്കങ്ങളിലൊന്ന്. തന്റെ തൂലിക എന്ന ആയുധം അദ്ദേഹം ഒന്നുകൂടി മൂർച്ച കൂട്ടി. ആ നീക്കം എന്തായിരുന്നു? മദ്രാസിൽ വെച്ചുള്ള അദ്ദേഹത്തിന്റെ പത്രപ്രവർത്തനത്തെക്കുറിച്ചാണോ ഈ പറയുന്നത്? അതെ, തിരുവിതാംകൂറിലെ മാധ്യമങ്ങൾക്ക് കടുത്ത നിയന്ത്രണങ്ങളുണ്ടായിരുന്നതിനാൽ അദ്ദേഹം മദ്രാസിലെ പ്രമുഖ പത്രമായ മദ്രാസ് മെയിൽ തിരഞ്ഞെടുത്തു. മദ്രാസ് മെയിൽ. അതെ, അതിൽ ഒരു രാജസാനറ്റോറിയം എന്ന പേരിൽ തുടർച്ചയായി അദ്ദേഹം ലേഖനങ്ങൾ എഴുതി. തിരുവിതാംകൂർ ഭരണത്തിലെ അനാശാസ്യ പ്രവണതകളും അഴിമതിയും അക്കമിട്ട് നിരത്തുന്നതായിരുന്നു ആ പരമ്പര. അപ്പോ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരും മദ്രാസിലെ ബുദ്ധിജീവികളും വായിക്കുന്നൊരു പത്രത്തിൽ തിരുവിതാംകൂറിന്റെ തനിനിറം തുറന്നു കാട്ടപ്പെട്ടത് ദിവാന് വലിയൊരു തിരിച്ചടിയായി കാണുമല്ലോ. തീർച്ചയായും. ഈ ലേഖനങ്ങളിലൂടെ അദ്ദേഹം കേവലം ഒരു വിമർശനം മാത്രമല്ല നടത്തിയത്, മറിച്ച് ഒരു ജനതയ്ക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകുക കൂടിയായിരുന്നു. ഈയൊരു രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൽ നിന്നാണോ ആ വലിയ ചരിത്ര സംഭവമായ മലയാളി മെമ്മോറിയൽ രൂപപ്പെടുന്നത്? അതെ, കൃത്യമായി അവിടുന്ന് തന്നെയാണ് അതിന്റെ തുടക്കം. കാരണം അഴിമതിക്കെതിരെയുള്ള ഒരു ഒറ്റയാൾ പോരാട്ടം എങ്ങനെയാണ് ഇത്രയും വലിയൊരു ബഹുജന മുന്നേറ്റമായി മാറിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ കാലത്ത് സർക്കാരുദ്യോഗങ്ങൾ വിദേശീയർ, അതായത് മലയാളികളല്ലാത്തവർ കൈയടക്കുന്നതിനെതിരെയായിരുന്നു ഈ നീക്കം. ഇതിന്റെ പശ്ചാത്തലം എന്തായിരുന്നു? അതായത് തിരുവിതാംകൂർ സർക്കാർ വിദ്യാഭ്യാസത്തിനായി വലിയ തുക ചെലവാക്കിയിരുന്നു. അങ്ങനെ വിദ്യാഭ്യാസം നേടിയ നിരവധി യുവാക്കൾ തിരുവിതാംകൂറിൽ ഉണ്ടായിട്ടും ഉന്നത സർക്കാർ ജോലികളെല്ലാം മദ്രാസിൽ നിന്നും മറ്റും കൊണ്ടുവരുന്ന പരദേശി ബ്രാഹ്മണർക്കും റാവ ബഹദൂർമാർക്കുമാണ് നൽകിയിരുന്നത്. ഓ, സ്വന്തം നാട്ടുകാർക്ക് ജോലി കൊടുക്കാതെ പുറത്തുനിന്നുള്ളവർക്ക് കൊടുക്കുന്നു. അതെ, ഈ കടുത്ത അനീതിക്കെതിരെയാണ് ജി.പി. പിള്ള ജനങ്ങളെ സംഘടിപ്പിച്ചത്. തിരുവിതാംകൂർ തിരുവിതാംകൂർകാർക്ക് എന്ന മുദ്രാവാക്യം ഉയർന്നുവരുന്നത് അവിടെ നിന്നാണ്. അപ്പോ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ജനസംഖ്യാനുപാതികമായി സർക്കാർ ഉദ്യോഗങ്ങളിൽ പ്രാതിനിധ്യം വേണമെന്നാവശ്യപ്പെട്ട് തയ്യാറാക്കിയ ആ ചരിത്രപരമായ നിവേദനമാണ് 1891 മലയാളി മെമ്മോറിയൽ. അതെ, 1891 ഈ നിവേദനത്തിൽ കെ.പി. ശങ്കരമേനോനും മറ്റു 10,037 പേരും ഒപ്പിട്ടിരുന്നതായി രേഖകൾ പറയുന്നു. ഇന്റർനെറ്റോ വേഗതയേറിയ യാത്രാസൗകര്യങ്ങളോ ഒന്നുമില്ലാതിരുന്ന ആ കാലത്ത് 10,000-ൽ പരം ആളുകളുടെ ഒപ്പ് ശേഖരിക്കുക, ഇതെങ്ങനെ സാധിച്ചു? അതൊരു വലിയ സംഘാടന മികവാണ്. മാത്രമല്ല, കെ.പി. ശങ്കരമേനോനാണ് ഇതിൽ ആദ്യമായി ഒപ്പുവെച്ചതെങ്കിലും ഇതിന്റെ യഥാർത്ഥ ബുദ്ധികേന്ദ്രം ജി.പി. പിള്ളയായിരുന്നു, അല്ലേ? തീർച്ചയായും. അദ്ദേഹം നേരിട്ട് മുന്നിൽ നിൽക്കാതെ വിവിധ സമുദായങ്ങളിലെ പ്രമുഖരെ ഏകോപിപ്പിച്ചുകൊണ്ട് പിന്നാമ്പുറങ്ങളിൽ നടത്തിയ അക്ഷീണമായ പ്രവർത്തനമാണ് ആ ഒപ്പുകൾക്ക് പിന്നിൽ. നാടുകടത്തപ്പെട്ട ഒരാൾക്ക് നേരിട്ട് വന്ന് സംഘടിപ്പിക്കാൻ പരിമിതികളുണ്ടായിരുന്നല്ലോ. ശരിയാണ്. ആ ഒപ്പുശേഖരണം ഒരു ഭരണകൂടത്തെ ശരിക്കും വിറപ്പിച്ചു കാണും. അതെ, ഇതിന്റെ ഫലമായാണ് തദ്ദേശീയരായ ആളുകൾക്ക് തിരുവിതാംകൂറിൽ സർക്കാർ ജോലി ലഭിച്ചു തുടങ്ങിയത് തന്നെ. ഇതിനിടയിൽ അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങളും എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ വലിയ പ്രക്ഷോഭങ്ങൾക്കിടയിലും അദ്ദേഹം സീതാലക്ഷ്മിയെ വിവാഹം കഴിക്കുകയും അവർക്ക് ജി.പി. ശേഖർ പിള്ള, ജി.പി. പത്മനാഭൻ പിള്ള എന്നിങ്ങനെ 2 പുത്രന്മാർ ജനിക്കുകയും ചെയ്തു. അതെ, വലിയ പ്രതിസന്ധികൾക്കിടയിലും അദ്ദേഹം ഒരു കുടുംബജീവിതം മുന്നോട്ടു കൊണ്ടുപോയിരുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയ മറ്റൊരു കാര്യം അദ്ദേഹത്തിന്റെ ജാതിവിരുദ്ധമായ വളരെ വിശാലമായ കാഴ്ചപ്പാടാണ്. നായർ സമുദായത്തിൽ ജനിച്ച അദ്ദേഹം 1895-ൽ പുണയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ തിരുവിതാംകൂറിലെ ഈഴവ സമുദായം നേരിടുന്ന അവഗണനകൾക്കെതിരെ ശക്തമായി സംസാരിച്ചു. അന്നത്തെ കാലത്ത് ജാതി വ്യവസ്ഥ വളരെ ശക്തമായിരുന്നു. എന്നിട്ടും ഒരു ദേശീയ വേദിയിൽ ഉദ്യോഗ പ്രാതിനിധ്യ പ്രശ്നം അദ്ദേഹം ഉന്നയിച്ചത് ശരിക്കും വലിയൊരു കാര്യമല്ലേ? ഇതൊരു നിർണായകമായ വിഷയമാണ്. 1890കളിലെ തിരുവിതാംകൂർ എന്നത് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അതിരൂക്ഷമായി നിലനിന്നിരുന്ന ഒരു സമൂഹമാണ്.
അവിടെയാണ് സ്വന്തം സമുദായത്തിന്റെ മാത്രം ഉന്നമനത്തിനായി നിൽക്കാതെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഈഴവ സമുദായത്തിനു കൂടി സർക്കാർ ജോലികളിൽ പ്രവേശനം ലഭിക്കണമെന്ന് അദ്ദേഹം വാദിച്ചത്. അതായത് ജി.പി. പിള്ളയുടെ രാഷ്ട്രീയ ബോധം അക്കാലത്തെ മറ്റേതൊരു നേതാവിനേക്കാളും എത്രയോ ദശാബ്ദങ്ങൾ മുന്നിലായിരുന്നു എന്നത് വ്യക്തമാക്കുന്നു. അതെ, മലയാളി മെമ്മോറിയലിലൂടെയും തുടർന്നുള്ള പ്രവർത്തനങ്ങളിലൂടെയും തുല്യതയെന്ന ആശയം അദ്ദേഹം പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചു. ഈ വിശാലമായ ജനാധിപത്യ കാഴ്ചപ്പാടാണ് അദ്ദേഹത്തെ തിരുവിതാംകൂറിലെ ഒരു പ്രക്ഷോഭകാരി എന്ന നിലയിൽ നിന്നും ദേശീയ രാഷ്ട്രീയത്തിന്റെ മുൻനിരയിലേക്ക് എത്തിച്ചത്. ദേശീയ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് കോൺഗ്രസിന്റെ നേതൃനിരയിലേക്ക് എത്തിയത്? 1889 ബോംബെ കോൺഗ്രസ് സമ്മേളനത്തിലാണ് അദ്ദേഹം ആദ്യമായി പങ്കെടുക്കുന്നതെന്ന് കാണുന്നു. 1889 എന്നാൽ വെറും 5 വർഷത്തിനുള്ളിൽ 1894 മദ്രാസിൽ നടന്ന സമ്മേളനത്തിൽ അദ്ദേഹം കോൺഗ്രസിന്റെ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ തിരുവിതാംകൂർക്കാരൻ. അതെ, അതുമാത്രമല്ല 1892 മദ്രാസ് സ്റ്റാൻഡേർഡ് എന്ന പത്രത്തിന്റെ പത്രാധിപരായി അദ്ദേഹം ചുമതലയേൽക്കുകയും ചെയ്തു. മദ്രാസ് സ്റ്റാൻഡേർഡ്. ഇവിടെയാണ് എനിക്ക് ഗാന്ധിജിയുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം മനസ്സിലാക്കാൻ താൽപ്പര്യം. എങ്ങനെയാണ് ഇവർ തമ്മിൽ ബന്ധപ്പെടുന്നത്? ആ ബന്ധം ആരംഭിക്കുന്നത് ഈ മദ്രാസ് സ്റ്റാൻഡേർഡ് പത്രത്തിലൂടെയാണ്. ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യക്കാർ അനുഭവിക്കുന്ന വർണ്ണവിവേചനത്തിനും നീതി നിഷേധത്തിനുമെതിരെ ഗാന്ധിജി പോരാട്ടം തുടങ്ങുന്ന സമയമാണത്. അന്ന് ഗാന്ധിജി ഇന്നത്തെ നമ്മളറിയുന്ന ആ വലിയ മഹാത്മാവായി മാറിയിട്ടില്ല. അദ്ദേഹത്തിന് ഇന്ത്യയിലെ ജനങ്ങളുടെയും നേതാക്കളുടെയും പിന്തുണ ആവശ്യമായിരുന്നു. ദക്ഷിണാഫ്രിക്കൻ വിഷയങ്ങളെക്കുറിച്ച് ഇന്ത്യയിൽ ഒരവബോധം സൃഷ്ടിക്കാൻ അദ്ദേഹം ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും വലിയ പിന്തുണ നൽകിയത് ജി.പി. പിള്ളയാണ്. തന്റെ പത്രത്തിലൂടെ പിന്തുണ നൽകിയല്ലേ? അതെ, തന്റെ പത്രത്തിന്റെ മുൻപേജുകൾ അദ്ദേഹം ഗാന്ധിജിയുടെ പോരാട്ട വാർത്തകൾക്കായി മാറ്റിവെച്ചു. ദക്ഷിണാഫ്രിക്കയിലെ പ്രശ്നങ്ങൾ ഒരു ദേശീയ വിഷയമായി മാറ്റുന്നതിൽ ഈ പത്രം വഹിച്ച പങ്ക് വളരെ വലുതാണ്. അതത് അതിശയിപ്പിക്കുന്നൊരു വിവരമാണ്. ഗാന്ധിജിക്ക് ദക്ഷിണാഫ്രിക്കൻ പോരാട്ടത്തിൽ ഇത്ര വലിയൊരു ധാർമ്മികവും മാധ്യമപരമായ പിന്തുണ നൽകിയത് നമ്മളീ പറയുന്ന വ്യക്തിയാണ്. അതെ, ഗാന്ധിജി തന്നെ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. 1896 ഗാന്ധിജി ആദ്യമായി മദ്രാസിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു സ്വീകരണവും വേദിയും ഒരുക്കി നൽകിയതും ജി.പി. പിള്ളയായിരുന്നു എന്ന് കേൾക്കുമ്പോൾ ആ ബന്ധത്തിന്റെ ആഴം മനസ്സിലാകുന്നു. വെറുമൊരു പത്രാധിപർ എന്ന നിലയിലല്ല അദ്ദേഹം പ്രവർത്തിച്ചത്, മറിച്ച് ഒരു ജനതയുടെ മുഴുവൻ ശബ്ദമായി മാറുകയായിരുന്നു. ശരിയാണ്. എന്നാൽ ഇന്ത്യയിലെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് അദ്ദേഹം തൃപ്തനായില്ല. കാരണം 1897 അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് യാത്ര ചെയ്യുന്നതായി കാണുന്നു. എന്തിനായിരുന്നു ആ വിദേശയാത്ര? അതായത് ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ ഇന്ത്യയിൽ നിന്നുകൊണ്ട് മാത്രം പോരാടിയാൽ പോരാ, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ സിരാകേന്ദ്രമായ ലണ്ടനിൽ പോയി തന്നെ ഇന്ത്യക്കാരുടെ ശബ്ദം കേൾപ്പിക്കണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. നല്ലൊരു തീരുമാനമായിരുന്നു അത്. അങ്ങനെയാണ് 1897 വിക്ടോറിയ രാജ്ഞിയുടെ വജ്രയൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പ്രമുഖ ഡോക്ടറായ ടി.എം. നായർക്കൊപ്പം അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോകുന്നത്. വെറുമൊരു സന്ദർശനം മാത്രമായിരുന്നു അത്. യുദ്ധവേദികളിൽ അദ്ദേഹം ഇന്ത്യക്കാർ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ചും അവരുടെ അവകാശങ്ങളെക്കുറിച്ചും അതിശക്തമായി പ്രസംഗിച്ചു. ഈ യാത്ര അദ്ദേഹത്തെ ഒരു അന്താരാഷ്ട്ര വ്യക്തിത്വമാക്കി മാറ്റി. ഈ തിരക്കുകൾക്കിടയിലാണ് അദ്ദേഹം പുസ്തകങ്ങൾ രചിക്കുന്നതെന്നത് എന്നെ ശരിക്കും കുഴക്കുന്നുണ്ട്. കാരണം ഇംഗ്ലണ്ടിൽ വെച്ച് അദ്ദേഹം 36 ഭാരതീയരുടെ ജീവചരിത്രങ്ങളടങ്ങുന്ന റെപ്രസെന്റേറ്റീവ് ഇന്ത്യൻസ് എന്ന ഒരു വലിയ ഇംഗ്ലീഷ് പുസ്തകം പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകത്തിന് വലിയൊരു പ്രത്യേകത കൂടിയുണ്ട്. അതെ, പ്രമുഖനായ സർ റിച്ചാർഡ് ടെമ്പിളാണ് ഇതിന് അവതാരിക എഴുതിയത്. ഇതിനു പുറമെ 19 കോൺഗ്രസ് നേതാക്കളെക്കുറിച്ചുള്ള ഇന്ത്യൻ കോൺഗ്രസ്മെൻ എന്ന മറ്റൊരു ഇംഗ്ലീഷ് പുസ്തകവും അദ്ദേഹം എഴുതി. അതെ, പിന്നെ മലയാളത്തിലും ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടല്ലോ. ശരിയാണ്. ലണ്ടനും പാരീസും ഒരു ഭാരതീയന്റെ കണ്ണുകളിലൂടെ എന്ന ആദ്യകാല മലയാള യാത്രാവിവരണങ്ങളിലൊന്നും അദ്ദേഹത്തിൻ്റെതാണ്. ഒരു വശത്ത് ദിവാന നിരന്തരമായ തലവേദന ഉണ്ടാക്കുന്നു, കോൺഗ്രസിന്റെ നേതൃത്വം വഹിക്കുന്നു, ഒരു ദേശീയ ദിനപത്രം എഡിറ്റ് ചെയ്യുന്നു. ഇതിനിടയിൽ ഇത്രയും ആഴത്തിലുള്ള ഗവേഷണം നടത്തി പുസ്തകങ്ങൾ എഴുതുന്നു. ഇതിനൊക്കെ അദ്ദേഹം എങ്ങനെ സമയം കണ്ടെത്തിയെന്നത് എനിക്കൊരു അത്ഭുതമാണ്. അത് അവിശ്വസനീയമായ ഒരു ഊർജമായിരുന്നു. ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനും തന്റെ ജനതയുടെ അവകാശങ്ങൾക്കും വേണ്ടി വിശ്രമമില്ലാതെ പ്രവർത്തിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഉറക്കമില്ലാത്ത രാത്രികളും വിശ്രമമില്ലാത്ത പകലുകളുമായിരുന്നു അദ്ദേഹത്തിന്. അതെ,
എന്നാൽ ഈ കഠിനാധ്വാനം അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ കാർന്നു തിന്നാൻ തുടങ്ങിയിരുന്നു എന്നതാണ് ദുഃഖകരമായ വസ്തുത. അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയത് പ്രസംഗിക്കാനും പുസ്തകം എഴുതാനും മാത്രമല്ല, അഭിഭാഷകനാകാൻ വേണ്ടി ബാററ്റ് ലോ ബിരുദം നേടാൻ കൂടിയായിരുന്നു. ആഹാ, ബാററ്റ് ലോ. അതെ, വലിയ പ്രതിസന്ധികൾക്കിടയിലും അദ്ദേഹം ആ ബിരുദം കരസ്ഥമാക്കി. അങ്ങനെ അഭിഭാഷകനായി ബിരുദം നേടി 1902-ൽ അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തി. ഇവിടെ വളരെ രസകരമായൊരു കാര്യമുണ്ട്. ഏത് തിരുവിതാംകൂർ സർക്കാരാണോ അദ്ദേഹത്തെ കോളേജിൽ നിന്ന് പുറത്താക്കുകയും നാടുകടത്തുകയും ചെയ്തത്, അതേ സർക്കാർ അദ്ദേഹത്തിന് തിരുവിതാംകൂറിൽ ജില്ലാ ജഡ്ജി പദവി വാഗ്ദാനം ചെയ്തു. ഇതൊരു തരം ഒത്തുതീർപ്പ് ശ്രമമായിരുന്നു. ശക്തനായ ഒരു വിമർശകനെ ഭരണകൂടത്തിന്റെ ഭാഗമാക്കി മാറ്റി നിശബ്ദനാക്കാനുള്ള ഒരു തന്ത്രം കൂടിയായിരുന്നു അത്. എന്നിട്ട് അദ്ദേഹം അത് സ്വീകരിച്ചോ? ഇല്ല. സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ആഗ്രഹിച്ച ആ മനുഷ്യൻ സർക്കാരിന്റെ ആ വലിയ പദവി സ്നേഹപൂർവ്വം നിരസിച്ചു. തുടർന്ന് തിരുവിതാംകൂർ ഹൈക്കോടതിയിൽ അദ്ദേഹം ഒരു അഭിഭാഷകനായി എൻറോൾ ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന്റെ ആരോഗ്യം അപ്പോഴേക്കും വളരെ മോശമായിരുന്നല്ലോ. അതെ, വർഷങ്ങൾ നീണ്ട പോരാട്ടങ്ങളും ഇംഗ്ലണ്ടിലെ കാലാവസ്ഥയും വിശ്രമമില്ലാത്ത ജീവിതവും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ പൂർണ്ണമായും തളർത്തിയിരുന്നു. ആ ശരീരം പ്രതികരിച്ചു തുടങ്ങിയിരുന്നു. നിർഭാഗ്യവശാൽ ആ അനാരോഗ്യം വളരെ വേഗം മൂർച്ഛിച്ചു. ഒടുവിൽ 1903 മെയ് 21-ന് തന്റെ 39-ാമത്തെ വയസ്സിൽ ആ വലിയ പോരാളി ഈ ലോകത്തോട് വിട പറഞ്ഞു. ഒരുപക്ഷെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരം അതിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് തന്നെ ആ ശബ്ദം നിലച്ചുപോയി. വളരെ വലിയൊരു നഷ്ടമായിരുന്നു അത്. അന്നത്തെ പ്രമുഖ ദേശീയ പത്രങ്ങളെല്ലാം വലിയൊരു ദേശീയ നഷ്ടമായാണ് ആ വിയോഗത്തെ കണ്ടത്. കേവലം 39 വർഷം മാത്രം നീണ്ടൊരു ജീവിതം. പക്ഷെ അതിനുള്ളിൽ അദ്ദേഹം ചെയ്തുകൂട്ടിയ കാര്യങ്ങൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നുന്നു. ശരിയാണ്. ജനിച്ച നാട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടിട്ടും പത്രപ്രവർത്തനത്തിലൂടെ ഒരു നാടിന്റെ വ്യവസ്ഥിതിയെ അദ്ദേഹം വെല്ലുവിളിച്ചു. ജാതി ചിന്തകൾക്കതീതമായി എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവകാശങ്ങൾ നേടിക്കൊടുത്തു. ഒരു വിദ്യാർത്ഥി നേതാവിൽ നിന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിരയിലേക്കും അവിടെ നിന്ന് ലണ്ടനിലെ വേദികളിലേക്കും അദ്ദേഹം വളർന്നു. ഒരുപക്ഷെ അദ്ദേഹം കുറച്ചുകൂടി കാലം ജീവിച്ചിരുന്നെങ്കിൽ ഇന്ത്യൻ ചരിത്രത്തിന്റെ ഗതി തന്നെ മറ്റൊന്നാകുമായിരുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഈ കാര്യങ്ങൾ വെറുമൊരു പഴയ ചരിത്രകഥ മാത്രമല്ല, നമ്മുടെ മുന്നിലുള്ള ഓരോ പ്രതിസന്ധികളെയും എങ്ങനെ നേരിടണമെന്നുള്ളതിന്റെ വലിയൊരു ഉദാഹരണമാണ്. കേൾവിക്കാരായ നിങ്ങളോട് ഒടുവിലായി എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇന്റർനെറ്റോ വേഗതയേറിയ വാർത്താവിനിമയ സംവിധാനങ്ങളോ ഇല്ലാതിരുന്ന് ഭരണകൂടം സകലതും നിയന്ത്രിച്ചിരുന്നൊരു കാലത്ത് വെറും 39 വർഷത്തെ ജീവിതത്തിനുള്ളിൽ ഒരു മനുഷ്യന് ഒരു നാടിന്റെ മുഴുവൻ വ്യവസ്ഥിതിയെയും തിരുത്തിക്കുറിക്കാനും ജനങ്ങളെ സംഘടിപ്പിക്കാനും ഗാന്ധിജിയെപ്പോലുള്ള ലോകനേതാക്കളെ സ്വാധീനിക്കാനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ലോകം മുഴുവൻ നമ്മുടെ വിരൽത്തുമ്പിലുള്ള ഈ ആധുനിക കാലത്ത് നമുക്ക് ചുറ്റും നടക്കുന്ന അനീതികൾക്കെതിരെ ശബ്ദമുയർത്താൻ നമുക്കുള്ള യഥാർത്ഥ തടസ്സമെന്താണ്? സ്വന്തം കഴിവുകളെക്കുറിച്ചും നമ്മുടെ ഓരോരുത്തരുടെയും ശബ്ദത്തിന്റെ കരുത്തിനെക്കുറിച്ചും നിങ്ങൾ ഒന്നുകൂടി ചിന്തിച്ചു നോക്കൂ. ഈയൊരു ചോദ്യത്തോടെ ഇന്നത്തെ നമ്മുടെ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ചിന്തിപ്പിക്കുന്ന മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.